ഹലോ ഗായ്സ്, A1 ടെക് വേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിൽ നാടൻ രസക്കൂട്ടം എങ്ങനെ സുഖമായിട്ട് ഉണ്ടാക്കുമെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ 10 മിനിറ്റ് ഇതിന് സമയം കളഞ്ഞ മതി അടിപൊളിയായി രസം ഉണ്ടാക്കാം. അപ്പോൾ ആദ്യമായി നമുക്ക് ഒരു തക്കാളി, വലിയൊരു തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് ഇങ്ങനെ അരിഞ്ഞെടുക്കണം. ചെറുതാതി വലുതാക്കണ്ട. ഇതിനൊപ്പം നമുക്ക് തന്നെ ഒരു സബോള ചെറിയ കഷ്ണങ്ങളാക്കി തന്നെ അരിയണം. നല്ല നീളത്തിൽ ഒന്നും അരിയാൻ പാടില്ല, ചെറുതാക്കിയിട്ട് തന്നെ അരിയണം. ഇത് നമുക്കൊന്ന് കൈ കൊണ്ട് തന്നെ ഉടച്ചെടുക്കേണ്ടതാണ്. ലാസ്റ്റ് നമുക്കിത് പറഞ്ഞുതരാം. ഇതിൽ പച്ചമുളക് നമുക്കൊന്ന് ചെറുതായിട്ട് നീളത്തിലൊന്ന് അരിയണം. നമുക്കതിൻ്റെ തണ്ടൊന്ന് കളഞ്ഞിട്ട് നമുക്ക് പച്ചമുളക് നീളത്തിൽ നിന്ന് അരിയേണ്ടതാണ്. നമുക്കത് വലുതാക്കണ്ട, നമുക്കത് കൈ കൊണ്ട് അവസാനം ഒരുമിച്ച് ഇതാക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ ഈ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് ഇനി ഒരു പാത്രത്തിൽ ഇതുപോലെ കറിവേപ്പില, കുരുമുളക് പൊടിച്ചത്, വെളുത്തുള്ളി ചതച്ചത്, അതുപോലെ തന്നെ നമുക്ക് അരിഞ്ഞ സബോള, തക്കാളി, പച്ചമുളക് എന്നിവ അതിലിടാം ഒരുമിച്ച്. നമുക്കൊന്ന് ഇതിൽ ഉപ്പ് ലാസ്റ്റത്തിന് നമുക്ക് ഇട്ടതിന് ശേഷം നമുക്കിതിൽ വെളിച്ചെണ്ണ കയ്യിൽ ചെറുതായിട്ട് നനയ്ക്കി നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. നമുക്കൊന്ന് കൈ കൊണ്ട് തന്നെ ഉടയ്ക്കേണ്ടി വരും. അപ്പോൾ ഈ വീഡിയോയിൽ കാണണ പോലെ തന്നെ ഉടയ്ക്കേണ്ടി വരും. നമുക്കൊന്ന് ഇത് ഉടച്ചുണ്ടായാലേ രസത്തിൻ്റെ ഒരു ഇത് കിട്ടുള്ളൂ. മണമൊക്കെ കിട്ടണമെങ്കിൽ ഇങ്ങനെയാണ് നല്ലത്. പിന്നെ ഇതിൽ പുളിയുടെ വെള്ളം നമുക്കൊന്ന് ഇതാക്കേണ്ട. പുളി ഉടച്ചിട്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ട് ഇതാക്കണതാണ്. അതിൻ്റെ വെള്ളമാണ് നമുക്ക് ഇതിൽ ഒഴിക്കേണ്ടത്. ഇതിൽ ഒഴിച്ചിട്ട് നമ്മളത് പുളിയൊക്കെ ഇട്ട് ഇതാക്കണം. അതിന് ശേഷം നമുക്ക് മല്ലിപ്പൊടി 1 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണ്, മുളക് പൊടി 1/4 ടീസ്പൂണ് എന്നിവ അതിൽ ചേർക്കാം. ചേർത്തതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കൈകൊണ്ട് തന്നെ. നമുക്ക് നിന്ന് ഒരുമിച്ച് 3 ഇൻഗ്രീഡിയൻസും നമുക്കൊന്ന് ഇട്ടിട്ട് നമുക്കൊന്ന് കൈ കൊണ്ട് തന്നെ ഇളക്കാം. കയ്യിൽ ഒന്നും പാടില്ല, നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ പിഴിഞ്ഞെടുത്ത ഇതിന് തന്നെ വേണം അതിന്. ഇതിന് ശേഷം നമുക്ക് പരിപ്പ് കഴുകി വൃത്തിയാക്കി 4 വിസിലടിച്ച പരിപ്പാണത്. കുക്കറിലിട്ട് 4 വിസിലടിച്ചതിന് ശേഷം നമുക്കിത് ഇടാം. ചൂടാറിയതിന് ശേഷം നമുക്കൊന്ന് ഞാൻ ജസ്റ്റ് ഇളക്കി സ്റ്റൗ കത്തിച്ച് നമുക്ക് പാത്രം ചൂടാക്കി പാത്രത്തിൽ ഇത് ഇടാം. നമുക്കൊന്നത് ചെറിയൊരു കായ നമ്മൾ ഇട്ടിട്ടുണ്ട്, സാമ്പാർ കായ. നമുക്കൊന്ന് തിളച്ചതിന് ശേഷം നമ്മൾ വേറൊരു ചട്ടി ചൂടാക്കി അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊന്ന് പൊട്ടിക്കാനായിട്ടാണ്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. ചൂടായ ശേഷം നമുക്കൊന്ന് കടുകൊന്ന് പൊട്ടിക്കണം. കുറച്ച് മതി, അധികം കടുക് വേണ്ട. അതിനുശേഷം നമുക്ക് മുഴുമുളക് 2 കഷ്ണമാക്കിയത് 4 ഉണ്ട്, 4-5 നമുക്കിടാം. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. നമുക്കിതിലൊരു പൊടി ഉണ്ടെങ്കിൽ മസാലപ്പൊടിയാണ് നമുക്ക് ഇടണമെങ്കിൽ ഇടാം. ഞാൻ ഇട്ടുണ്ട്, അത് ഇതിൽ കാണിച്ചിട്ടില്ല എന്നുള്ളൂ. ഒരു മണത്തിനാണ്, അല്ലെങ്കിൽ ഒരു നേരം മണം വരും. അപ്പോൾ ഇത്രയുള്ള ഒരു 10 മിനിറ്റിനുള്ളിൽ 10 മിനിറ്റ് പോലും വേണ്ട. അപ്പം നല്ല സൗകര്യമുള്ള കൂട്ടാനാണ്. നമുക്ക് വയറ് ക്ലീൻ ആവാനും നാടൻ കൂട്ടാനാണ് രസം കൂട്ടാൻ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.